പ്രിയ സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ കിറ്റ് കൊടുക്കുന്നത് വലിയൊരു ഹിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അത് ഞങ്ങളാണ് കൊടുക്കുന്നത്, ഞങ്ങളാണ് ഇടുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ചില നേതാക്കന്മാർ, അല്പന്മാർ അല്ലെങ്കിൽ അല്പത്തികൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങളാണിത് കിറ്റ് കൊടുത്തതൊക്കെ 4 വോട്ടിന് വേണ്ടിയിട്ടാണ്, വേറൊന്നും വിചാരിക്കേണ്ട. എങ്ങനെയെങ്കിലൊക്കെ ജയിച്ച് വന്ന് ഒരു MLA ആയി 10 കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, വേറെന്താ പറയുക. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ജെമിനിയുടെ റെക്കോർഡ് എന്താണെന്നുള്ളത് നോക്കാം. കേരളത്തിലെ വിവിധ സർക്കാർ കിറ്റുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ആശുപത്രികളിലെ കിറ്റുകൾ, മാതൃകയും കുഞ്ഞും. സർക്കാർ ആശുപത്രികളിൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന കിറ്റുകൾ വിതരണം ചെയ്യുന്നത് കേരള ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ്. അമ്മയും കുഞ്ഞും കിറ്റ്. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ സോപ്പ്, എണ്ണ, വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റ് തുടങ്ങിയവ അടങ്ങുന്ന ഈ കിറ്റ് NHM നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയാണ് പ്രധാനമായും ലഭ്യമാക്കുന്നത്. 2. റേഷൻ കടകൾ വഴിയുള്ള കിറ്റുകൾ. സംസ്ഥാനത്ത് പ്രത്യേക സാഹചര്യങ്ങളിലോ, ഉദാഹരണത്തിന് ഓണം, വിഷു അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കോ നൽകുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. സപ്ലൈകോ കിറ്റുകൾ തയ്യാറാക്കുന്നതും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതും സപ്ലൈകോയാണ്. റേഷൻ കടകൾ. ഗുണഭോക്താക്കളിലേക്ക് ഈ കിറ്റുകൾ എത്തിക്കുന്നത് റേഷൻ വ്യാപാരികളാണ്. 3. അങ്കണവാടികൾ വഴിയുള്ള പോഷകാഹാര കിറ്റുകൾ. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നൽകുന്ന അമൃതം പൊടി ഉൾപ്പെടെയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. ഇത് അങ്കണവാടികൾ വഴി നേരിട്ടാണ് ഗുണഭോക്താക്കളിൽ എത്തുന്നത്. 4. സ്കൂൾ ഉച്ചഭക്ഷണ കിറ്റുകൾ. അവധിക്കാലത്തോ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളിലോ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷ്യകിറ്റുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കിറ്റിനെ കുറിച്ചുള്ള വിവരമോ വേണോ? വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം പോലുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങളുടെ സമയത്തും കോവിഡ് കാലത്തും കേരളത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത് പ്രധാനമായും കേരള സർക്കാരിന്റെ നേതൃത്വത്തിലാണ്. ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തം താഴെ പറയുന്ന വിഭാഗങ്ങൾക്കായിരുന്നു. 1. ഭക്ഷണ കിറ്റുകൾ റേഷൻ കടകൾ വഴി. കോവിഡ് കാലത്തും വലിയ ദുരന്തബാധിത പ്രദേശങ്ങളിലും സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. സപ്ലൈകോ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതും കിറ്റുകൾ തയ്യാറാക്കുന്നതും സപ്ലൈകോ വഴിയാണ്. റേഷൻ വ്യാപാരികൾ. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയാണ് ഈ കിറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. 2. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കിറ്റുകൾ. വയനാട് ദുരന്തം പോലുള്ള സമയങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നൽകുന്ന കിറ്റുകൾ, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, മറ്റ് അവശ്യ സാധനങ്ങൾ ഏകോപിപ്പിച്ചത് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവുമാണ്. കലക്ടറേറ്റ് കൺട്രോൾ റൂമുകൾ. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ കിറ്റുകളാക്കി മാറ്റി വിതരണം ചെയ്തു. 3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. കോവിഡ് കാലത്ത് വീടുകളിൽ ക്വാറന്റൈനിലിരുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വാർഡ് മെമ്പർമാരുടെയും ആശാ വർക്കർമാരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തുകൾ വഴി കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനായി ജനകീയ ഹോട്ടലുകളും കമ്മ്യൂണിറ്റി കിച്ചണുകളും പ്രവർത്തിച്ചിരുന്നു. 4. സന്നദ്ധ സംഘടനകളും വ്യക്തികളും. സർക്കാരിനു പുറമെ യൂത്ത് കെയർ, DYFI, സേവാഭാരതി തുടങ്ങിയ സന്നദ്ധ സംഘടനകളും പ്രമുഖ വ്യക്തികളും ക്ലബ്ബുകളും ദുരന്തബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് കിറ്റുകൾ വിതരണം ചെയ്തു. വയനാട് ദുരന്തബാധിതർക്ക് നൽകുന്ന കിറ്റുകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ മറ്റോ കൂടുതൽ കേരളത്തിൽ റവന്യൂ വകുപ്പ്, അതുപോലെ തന്നെ വയനാട്ടിലെ ജില്ലാ കലക്ടറും ഇടപെട്ടിട്ടാണ് അവിടെ കൃത്യമായിട്ട് കിറ്റുകൾ വിതരണം ചെയ്തത്. റേഷൻ കടയിലൂടെ കൊടുക്കുന്ന, കേരള സർക്കാർ കൊടുക്കുന്ന റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റുകളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കിനെയും കുറിച്ചുള്ള വസ്തുതകൾ താഴെ പറയുന്നവയാണ്. ഇത് 2 വ്യത്യസ്ത പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 1. കേരള സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യ കിറ്റ്. ഓണം, കോവിഡ് കാലം. ആരാണ് നൽകുന്നത്? കോവിഡ് കാലത്തും ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിലും നൽകുന്ന പല വ്യഞ്ജന കിറ്റുകൾ, ശർക്കര, വെളിച്ചെണ്ണ, ചായപ്പൊടി തുടങ്ങിയവ അടങ്ങിയത് പൂർണ്ണമായും കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ചെലവ്. ഇതിനാവശ്യമായ തുക സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ പണം ഈടാക്കുന്നില്ല, കാരണം ഇത് സംസ്ഥാനം വിപണിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്. 2. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി PMGKAY പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന PMGKAY പ്രകാരം മുൻഗണനാ വിഭാഗക്കാർക്ക്, മഞ്ഞ, പിങ്ക് കാർഡുടമകൾക്ക് ഒരാൾക്ക് വിതരണം. ഈ അരി റേഷൻ കടകൾ വഴി തന്നെയാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും
ആര് ഭരിച്ചാലും കൊടുക്കേണ്ടത് നിർബന്ധമാണ്. കാരണം റേഷൻ ഇവിടെ ഇന്ത്യയിൽ നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അത് നമ്മുടെ കോൺഗ്രസ് ഭരിച്ചാലും കൊടുത്തേ പറ്റൂ. നിങ്ങൾ സൂചിപ്പിച്ച കാര്യത്തിലെ വ്യക്തത. അരിയുടെ വില. റേഷൻ കടകളിൽ നിന്ന് സാധാരണയായി ലഭിക്കുന്ന അരി NFSA പ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് സബ്സിഡി നിരക്കിലാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ വലിയൊരു തുക ഫുഡ് സബ്സിഡിയായി ചിലവാക്കുന്നുണ്ട്. പണം ഈടാക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ പ്രത്യേകമായി നൽകുന്ന കിറ്റുകൾക്ക് വേണ്ടി കേന്ദ്രം പണം വാങ്ങുന്നില്ല. എന്നാൽ റേഷൻ കട വഴി വിതരണം ചെയ്യാനായി സംസ്ഥാനം അധികമായി വാങ്ങുന്ന അരിക്ക് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത വില OMSS നിരക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരാറുണ്ട്. ചുരുക്കത്തിൽ കിറ്റിലെ പല വ്യഞ്ജനങ്ങൾ സംസ്ഥാനത്തിന്റേതും അതിനൊപ്പം ലഭിക്കുന്ന സൗജന്യ അരി കേന്ദ്രത്തിന്റേതുമാണ് എന്നതാണ് നിലവിലെ സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പൈസ അതിനനുസരിച്ച് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ജമിനി പറയുന്നത്. ഇനി പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായിട്ട് കമന്റിൽ പറയുക. കേന്ദ്ര സർക്കാരുടേതാണോ കിറ്റ് അതോ കേരള സർക്കാരുടേതാണോ? മലയാളികളാണെങ്കിൽ ചിന്തിച്ചിട്ട് കമന്റ്